പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1-ാം വാക്യം വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗത്തെക്കുറിച്ചും ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുക. സുവിശേഷത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ആ സത്യവചനത്തെ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുമ്പോൾ നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കണ്ണിയാണ് സുവിശേഷം. എന്നാൽ ഈ സത്യവചനം ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരിൽ നിന്ന്, നന്മ ചെയ്യാത്തവരിൽ നിന്ന് നമ്മെ അകറ്റുകയും ചെയ്യുന്നുണ്ട്. ഓരോ വ്യക്തിക്കും ഓരോ സത്യവും ഓരോ രീതിയുമുള്ള സാംസ്കാരിക ആപേക്ഷികതയുള്ള കൾച്ചറൽ റിലേറ്റിവിസത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അതായത്, എനിക്ക് സത്യവും നന്മയുമാകുന്നത് വേറെ ഒരു വ്യക്തിക്ക് സത്യവും നന്മയുമാകണമെന്നില്ല. എൻ്റെ രീതിയിൽ ഞാൻ സന്തുഷ്ടനാണ്, മറ്റുള്ളവരെ ഞാൻ വകവെക്കേണ്ടതില്ല എന്ന ചിന്ത ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നാം സത്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു തൻ്റെ ഈ ലോക ജീവിതത്തിലൂടെ, വളരെ പ്രത്യേകിച്ച് മലയിലെ പ്രസംഗത്തിലൂടെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ എല്ലാ ക്രിസ്തു ശിഷ്യരെയും ഏതാണ് നന്മയെന്നും ഏതാണ് തിന്മയെന്നും അസന്ദിഗ്ധമായി പഠിപ്പിക്കുകയാണ്. എല്ലാ മനുഷ്യരും തങ്ങളുടെ ജീവിതങ്ങളിൽ പഠിക്കേണ്ട ധാർമ്മികത ക്രിസ്തു നമ്മെ നേരത്തെ പഠിപ്പിച്ചു കഴിഞ്ഞു. മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം സംസാരിക്കുന്ന വ്യക്തി പറയുന്ന കാര്യം കേൾക്കുന്ന വ്യക്തി വേറെ അർത്ഥത്തിൽ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, ക്രിസ്തു തിരസ്കരിക്കപ്പെട്ടതിൻ്റെയും ക്രൂശിലേറിയതിൻ്റെയും കാരണവും ഇതുതന്നെയാണ്. സുവിശേഷത്തിൽ നാം മനസ്സിലാക്കുന്നതും ഇതുതന്നെയാണ്. ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ച ധാർമ്മിക മൂല്യങ്ങൾക്കും പുണ്യങ്ങൾക്കും ഉപരിയായി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രീതികൾക്ക് നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ നിന്നും അകന്നു പോവുകയാണ്. ഓർക്കുക, ക്രിസ്തുവിനേക്കാൾ അധികം വേറെ ആരെ സ്നേഹിക്കുന്നവനും ക്രിസ്തുവിന് യോഗ്യനല്ല. അപ്രകാരം നമ്മെ എല്ലാവരെയും ദൈവവുമായി ബന്ധിപ്പിക്കുന്നതും പരസ്പരം ബന്ധിപ്പിക്കുന്നതും ഈ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവാണ് ഏറ്റവും വലിയ സദ്വാർത്ത. ഈ സുവിശേഷം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇതാണ് ക്രിസ്തു ശിഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിഫലവും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ സദാ ജാഗരൂകരായിരിക്കുവൻ. അപ്രകാരം ക്രിസ്തുവിൽ നിന്നും അകന്നു പോകാതെ സുവിശേഷത്തിൽ അടിയുറച്ച് ആത്മാവിൻ്റെ ഐക്യത്തിൽ, ക്രിസ്തു ശിഷ്യരുടെ ഐക്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ ആർക്കും ഒന്നിനും വേർപെടുത്താൻ സാധിക്കാതിരിക്കട്ടെ. ഈ കൃപയ്ക്കായി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.